നാഗമലയിലെ നാഗദൈവങ്ങളെ കാവും കടങ്ങളും പോറ്റുന്ന ദൈവങ്ങളെ ഒരു കരിനാഗോ മണിനാഗോ എരിനാഗോ പച്ചനാഗോ ഒരു നാല് മുക്കിലും പുറ്റിനുള്ളിലും കിടക്കും പോലെ ഇളക്ക് ഇളക്കിളക്ക് ഇളക്ക് നാഗേ ഇളക്ക് ഇളക്ക് എൻ്റെ മണിശീലേ ഇളക്ക് ഇളക്കിളക്ക് ഇളക്ക് നാഗേ ഇളക്ക് ഇളക്ക് എൻ്റെ മണിശീലേ മണിനാഗേ കരുനാഗേ ശംഖനാഗേ മണിനാഗേ കരുനാഗേ ശംഖനാഗേ മണിനാഗേ കരുനാഗേ ശംഖനാഗേ മണിനാഗേ കരുനാഗേ ശംഖനാഗേ ആടുനാഗേ ആടുനാഗേ ആടാട് നാഗേ ആടുനാഗേ ആടുനാഗേ ആടാട് നാഗേ ആടുനാഗേ ആടുനാഗേ ആടാട് നാഗേ ആടുനാഗേ ആടുനാഗേ ആടാട് നാഗേ അടിയാലേ വായുനാഗേ അടിയിളക്ക് മുടിയാലേ വായുനാഗേ മുടിയിളക്ക് മുൻപിലെ കൈയും കൂട്ട് മുടിയൂലത്ത് ആലാവട്ടം വെഞ്ചാമരം വീശും പോലെ ആടുനാഗേ ആടുനാഗേ ആടാട് നാഗേ ആടുനാഗേ ആടുനാഗേ ആടാട് നാഗേ ആടുനാഗേ ആടുനാഗേ ആടാട് നാഗേ ആടുനാഗേ ആടുനാഗേ ആടാട് നാഗേ പട്ടും മഞ്ഞളും ചാർത്തി വിളക്ക് കൊളുത്തുന്നുണ്ട് നൂറും പാലും നൽകണേ പുള്ളുവൻ പാട്ടുണ്ട് കാവുങ്ങീർ പൂങ്കുലയോട് തന്റെ മാറാടുന്നേ സർപ്പം തുള്ളുന്നതിന്റെ ശക്തിയേറിടണേ നാഗങ്ങളാടിയാടി കളം മായ്ക്കുന്നേ
കരിനാകേ ഇലകിലക് മകര കരിനാകേ മണിനാകേ ഇലകിലക് മണിനാകേ ഇലകിലക് കരിനാകേ ഇലകിലക് മകര കരിനാകേ മണിനാകേ ഇലകിലക് ദേവാംഗി, ആയില്യം നക്ഷത്രക്കാരി ദേവാംഗി കറക്റ്റ് സോങ് ആയിട്ടാണ് വന്നത്. അടിപൊളിയായിരുന്നടാ. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു നോക്കാം. അതിനു മുന്നേ നാക്കകെട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നോ? ഷാനിക്ക മിസ് ചെയ്തോ? കണ്ടോ? എനിക്ക് ഷാനിക്ക സമയം ഓർക്കസ്ട്രയിലേക്ക് ഒരു കണ്ണ് പോയി തോന്നുന്നു. ഒന്നും കൂടെ കാണിച്ചു കൊടുക്കാം പോസില്. ഉണ്ണി സാർ ഇതൊക്കെ കണ്ട് ഇതൊന്നും അല്ല, വേറെ ഉണ്ട്, മറ്റത് കാണിച്ചു കൊടുക്ക്. സാറ് കണ്ടിട്ടില്ല. മക്കളെ, നിങ്ങളെ വിചാരിക്കുന്ന പേടിച്ചോണ്ടനാ ഉറങ്ങത്തില്ല. വേറെ ഇല്ലേ നാക്ക് വെച്ചിട്ട്? അത് കാണുന്നോ? കാണിച്ചത് കാണിക്കേ. അവിടെ പോയെന്ന് കാണിച്ചു കൊടുക്ക്. ഇപ്പൊ കാണാം. പാടിയാ മതി നീ കേട്ടോ. നാക്കൊണ്ടുള്ള കസർത്തൊന്നും വേണ്ട, രാത്രി ഉറക്കം വരാതിരിക്കാൻ. ഓക്കെ, നമുക്ക് പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ഓക്കെ ഉണ്ണി സാർ. അസാധ്യമായി പാടി, ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ശബ്ദം. താങ്ക് യു സർ. നല്ല ക്ലിയർ വോയിസ്, നല്ല ആവശ്യത്തിന് ത്രോ ഉണ്ട്, ആൻഡ് നല്ല ശുദ്ധം, ശ്രുതി ശുദ്ധം, ആൻഡ് ഓവറോൾ നല്ലൊരു ഓളം ഉണ്ടായിരുന്നു പാടിയതിൽ. താങ്ക് യു സർ. എനിക്ക് പല്ലവിയിൽ മാത്രം ഒരു നോട്ട്, ആ മണിനാഗെ എന്ന് പാടിയത് എന്തോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതെന്ത്, വാട്ട് ഇസ് ദറ്റ് നോട്ട്? പാടാൻ പറ്റുമോ അത്? മണിനാകേ ഇലകിലക് കരിനാകേ ഇലകിലക് മകര കരിനാകേ മണിനാകേ ഇലകിലക്. റിപ്പീറ്റ്. അത്രേ ഉള്ളൂ അല്ലേ? ഏതോ ഒരു നോട്ട് എനിക്ക് ഒരു വേറെ എവിടെയോ പോയ മാതിരി ഉണ്ടായിരുന്നു. ബട്ട് ദാറ്റ്സ് ഓക്കേ. ഈ നോട്ടാണോ ഉണ്ണി? ഇതാണോ ഉണ്ണി സാർ? ആ നോട്ട് വെച്ചൊരു കളിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ശരത് സാറ്, ബാങ്ക് ഓഫ് ശരത് അല്ലേ ഷാനിക്ക? ബാങ്ക് ഓഫ് ശരത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുട്ടികൾ നന്നായിട്ട് പാടിക്കഴിഞ്ഞാല് ഇങ്ങളുടെ മുമ്പിൽ ഒരു നോട്ട് കെട്ടുണ്ടാവും. അതിന്ന് പോയിട്ട് അവർക്ക് പൈസ കൊടുക്കുക. അതിന് ശേഷമുള്ള ഒരു അവസ്ഥയും കൂടെ, ഒരു മിനിറ്റ്. അങ്ങനെ കൊടുത്ത അതായി സ്ഥിതിയാണ്. മൊത്തത്തിൽ വളരെ ഭംഗിയായി. ഓക്കെ, താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഉണ്ണി സാർ. ശരത് സാർ. മക്കളെ, എന്തോ നന്നായിരുന്നു മോളെ. താങ്ക് യു സർ. അതൊരു മോഡേൺ ബാക്കിങ്ങിൽ രസമായിരുന്നു അത് കേൾക്കാൻ. ഇപ്പം എനിക്ക് ആകെ ഉള്ള ഒരു ഡൗട്ട്, മോളി തുടങ്ങിയില്ലേ, അതൊന്ന് പാടാമോ? അതിനൊരു നോട്ട്സിനൊരു ക്ലാരിറ്റി വേണം മോളെ. ആ തുടങ്ങും. നാഗമലയിലെ നാഗദൈവങ്ങളെ മോളെ ആ നോട്ട്സ് ക്ലാരിറ്റി വേണ്ടേ? ആ ക്ലാരിറ്റി വേണോടാ, വേണ്ടേ? അന്നേരം അതാ ഞാൻ ചോദിച്ചത്. മോളിപ്പം പാടുമ്പോഴും ആ മധ്യമത്തിനൊരു മായാണോ കായാണോ എന്നാന്നുള്ളത് അറിഞ്ഞൂടാ. അതൊന്ന് കൃത്യമായിട്ട് പാടാമോ? നാഗമലയിലെ നാഗദൈവങ്ങളെ.
മോളെ അത് ആ സ്കെയില് മോക്ക് അത് മനസ്സിലാവുന്നുണ്ടോ? ആ ആ അപ്പൊ അത് നമ്മള് അപ്പൊ അത് എപ്പോഴും അത് കൃത്യമായിരിക്കണം. അത് കാര്യം ഒന്നാമത് നമ്മുടെ മേളകർത്ത ചാർട്ടിൽ ആദ്യത്തെ രാഗമാണിത് കേട്ടോ, കനകാംഗി, അതാണ് ബേസ്. അപ്പോൾ അത് പക്ഷെ അതൊരു പാട്ടിലില്ല കേട്ടോ, ഈ തുടക്കം മാത്രം. അപ്പോൾ അത് മോള് കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ അതിനൊരു വൈബ് ഉണ്ടടാ. ഈ ഒരു ആ ഒരു സ്കെയിലിനെ ഓരോ രാഗത്തിനും ഓരോ വൈബ് ഉണ്ടല്ലോ, ഓരോ സുഖങ്ങളാണ് അത് ആ സ്കെയില് തരുന്നത്. അപ്പോൾ അത് മോള് പെർഫെക്റ്റായിട്ട് പാടുമ്പോൾ നല്ല നച്ചണ്ടിറക്കും അല്ലേ ഉണ്ണി? ഇറുക്കുവോ? ഇറുക്കാൻ ഞണ്ടാണോ? മക്കളെ മണിനാഗെ, ഈ കോറസ് വരുന്നതിന് മുമ്പ് ഒരു മണിനാഗെ ഇല്ലേ? മണിനാഗേ കരുനാഗേ ശംഖനാഗേ മണിനാഗേ കരുനാഗേ മണിനാഗേ കരുനാഗേ മണിനാഗേ കരുനാഗേ. ഓക്കെ മോളെ, അത് ഇന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. അത് ഒരു പെർഫെക്റ്റ് ശുദ്ധിയായിരിക്കും, പ്രത്യേകിച്ച് അങ്ങനെ ഒരു കോമ്പസിഷൻ അല്ലേ ഇത്. അപ്പൊ ഇത് ആരൊക്കെ ചെയ്തതാണ് ഇതൊക്കെ പറഞ്ഞ കുഞ്ഞ്? ഇത് ഒരു പ്രയാൺ മ്യൂസിക് ബാൻഡ് എന്ന് പറഞ്ഞൊരു ബാൻഡ് ചെയ്തത്. ഇതില് പാടിയത് അജയ് സത്യൻ എന്ന് പറഞ്ഞ നമ്മുടെ ഫസ്റ്റ് സൂപ്പർ സ്റ്റാറിലെ ഫൈനലിസ്റ്റ്. അജയ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഹരിത ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ. അപ്പൊ രണ്ടുപേരും പാടിയാണ്ട് കുറെ സന്തോഷം. ഇത് ഈ ബാൻഡിനും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. നിങ്ങൾ തകർക്കുക, അടിച്ച് പൊളിക്കുക. വളരെ നന്നായിരുന്നു. അത് തും 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 തും. സത്യത്തിൽ അത് മതി ഈ പാട്ടിന്. ഒരു അതാകെ പക്ക ട്രഡീഷണൽ, പക്ഷെ അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു മോളെ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. ദേവാംഗി നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. ഞാനും ഇതിനിപ്പം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇത് സെയിം സംഭവങ്ങൾ തന്നെയാണ് ഞാനും വരയിട്ട് വച്ചിരിക്കുന്ന നാഗദൈവങ്ങളെ. അതൊക്കെ തന്നെ നമ്മൾ എഴുതി വെച്ചേക്കാം. പിന്നെ കോറസിന് മുന്നേ ഉള്ള മണിനാഗ് അത് തന്നെ സെയിം, എല്ലാം സെയിം ആണ്. അപ്പൊ ഇത് പ്രത്യേകിച്ച് പറയുന്നില്ല. ഒരു ഭയങ്കര ട്രാൻസി ആയിട്ടുള്ള ഒരു കമ്പോസിഷൻ അല്ലേ. അതുപോലെ അജയ് എന്ന് പറയുന്നത് വളരെ അടുത്ത ഒരു സുഹൃത്താണ്. പിന്നെ അതുപോലെ ഹരിത അഗൈൻ ഈ സെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. ഈ പാട്ട് ഇപ്പൊ ഓർക്കസ്ട്ര അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ജോസുടി ചേട്ടന്റെ മകൻ വണ്ടർഫുൾ 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 ഷൈൻ ജോസ്. വെരി ഗുഡ് വെരി ഗുഡ്. ഭയങ്കര ഒരു രസമുള്ള പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ, താങ്ക് യു ഷാനിക്ക. ദേവാങ്കി, ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ, മാർക്സ് റെഡി? ഉണ്ണി സാർ, സാറിന്റെ മാർക്ക് നമ്മൾ ഹൈഡ് ചെയ്യാണേ. ഓക്കെ, അപ്പൊ എഴുതിയിട്ട് അതിനകത്ത് ഇട്ടാ മതി. ഇട്ട് കഴിഞ്ഞു. ഓ, പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ശരത് സാർ. മക്കളെ ചക്കരെ 8 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. ദേവാംഗി 8.5. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. സോ ടോട്ടൽ 16.5 മാർക്സ്. ഓക്കെ, ഓക്കെടാ, ഓൾ ദി ബെസ്റ്റ്.